الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ولقد عهدنا إلى آدم من قبل فنسي ولم نجد له عزما صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. റബീഉൽ അവ്വലിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭ്യമായ ഇസ്ലാമിക ദർശനത്തിൻ്റെ വിവിധ വശങ്ങൾ പഠനവിധേയമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇപ്രാവശ്യം മനുഷ്യാവകാശങ്ങളും ഇസ്ലാമും എന്ന തലക്കെട്ടിലായിരുന്നു മെമ്പറിൽ നിന്ന് നാം വിഷയങ്ങൾ ശ്രവിച്ചത്. ജനിക്കാനും ജീവിക്കാനും നിലനിൽക്കാനുമുള്ള അവകാശം എത്ര കൃത്യമായി ഇസ്ലാം നിർണയിച്ചിരിക്കുന്നു എന്ന് ആ തുടർച്ചയായ പഠനത്തിലൂടെ നാം മനസ്സിലാക്കി. അതിൻ്റെ തന്നെ തുടർച്ചയിൽ അധാർമികതകളുടെ വേലിയേറ്റം സകല മാനുഷിക അവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങി വന്നപ്പോൾ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ധർമ്മത്തിന് മേൽക്കൈയുള്ള ഒരു ക്രമം സ്ഥാപിക്കുന്ന മാർഗത്തിൽ ഇഖാമത്തുദ്ദീനിൻ്റെ വഴിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ തുടർച്ചയിൽ നീതിയും ധർമ്മവും അവകാശങ്ങളുടെ സംരക്ഷണവും യഥാവിധി നിലനിർത്താൻ ഏറ്റവും നല്ല ഒരു ഉപകരണമായി ഭരണകൂടം എന്ന സംവിധാനത്തെ, ഭരണാധികാരത്തെ എങ്ങനെ ഇസ്ലാം ഉപയോഗപ്പെടുത്തി, പണ്ഡിതന്മാർ എങ്ങനെ അതിനെ വിശകലനം ചെയ്തു എന്നതുൾപ്പെടെ തുടർച്ചയായ ഖുതുബകളിലൂടെ നാം ശ്രമിച്ചു. ഈ വിഷയത്തിൻ്റെ തന്നെ തുടർച്ചയിൽ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചാണ് ഈ ഖുതുബയിൽ അല്ലെങ്കിൽ ഇനിയുള്ള ഖുതുബകളിൽ
പഠന വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഒരു നിമിത്തമെന്നോണം ലോക വനിതാ ദിനം കൂടിയാണ് എന്ന് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും മാന്യ ശ്രോതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം മനുഷ്യന് നൽകുന്ന അവകാശങ്ങളെ വിശദീകരിച്ച കൂട്ടത്തിൽ ഇസ്ലാമിൻ്റെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മണ്ണിൽ അവ സ്ഥാപിച്ച് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയ മേഖലയിൽ കൃത്യമായി നിർണയിച്ച ഒന്നാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ, അവരുടെ സുരക്ഷിതത്വം ഉൾപ്പെടെ. നമ്മുടെ ലോകത്തും രാജ്യത്തും ഒക്കെ ഭരണകൂടങ്ങളും ഭരണഘടനകളും അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കൽപ്പനകളും പ്രഖ്യാപനങ്ങളും നിയമങ്ങളും സംവിധാനങ്ങളും പ്രത്യേകമായ സംരക്ഷണ നിയമങ്ങളുമൊക്കെ ഈ മേഖലയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. മതദർശനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനകളും പ്രത്യേക കോടതികളുമൊക്കെ സ്ത്രീകളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും ഞെട്ടിപ്പിക്കുന്ന സ്ത്രീ പീഡനങ്ങളുടെ, അവകാശ നിഷേധങ്ങളുടെ, അവകാശ ലംഘനങ്ങളുടെ വലിയ വാർത്തകളും വൃത്താന്തങ്ങളുമാണ് ഓരോ പ്രഭാതത്തിലും നമ്മുടെ മുമ്പിൽ പത്രത്തിലൂടെ വന്ന് വീഴുന്നത്. പ്രഭാതമാവേണ്ടതില്ല, അനുനിമിഷം തന്നെ ഫ്ലാഷ് ന്യൂസായും പിന്നീട് വിശദമായ വാർത്തകളായും ഈ വിവരങ്ങൾ ഏറെക്കുറെ പച്ചയായി തന്നെ നമ്മുടെ മുമ്പിൽ പുതിയ ടെക്നോളജിയിലൂടെ വരികയും ചെയ്യുന്നു. പണ്ടാരോ പറഞ്ഞതുപോലെ ഇത്രയൊക്കെ അവകാശ സംരക്ഷണത്തിൻ്റെ ഉപാധികൾ ഉണ്ടായിരുന്നിട്ടും കൃത്യമായി നിർണയിച്ച അവകാശങ്ങൾ, ബാധ്യതകൾ, നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരുടെ മേൽ പ്രയോഗിക്കാനുള്ള ശിക്ഷകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ടും യഥാർത്ഥത്തിൽ തോണി ഇപ്പോഴും തിരുനക്കരെ തന്നെ എന്നത് ഈ പ്രബുദ്ധ സാമൂഹ്യ ക്രമത്തിനകത്തും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിനയപുരസ്സരം നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ഒരു വിഷയത്തിലേക്കുള്ള പ്രവേശികയായി ഇന്നിൻ്റെ അവസ്ഥയെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞ ആമുഖ വർത്തമാനമാണ്. യഥാർത്ഥത്തിൽ അടിസ്ഥാന പ്രശ്നം എന്തെന്ന് ചിന്തിച്ചാൽ ഇസ്ലാം ഊന്നുന്ന മേഖല മനോഭാവം മാറുന്നില്ല എന്നതാണ്. കാഴ്ചപ്പാടുകൾ മാറുന്നില്ല, നമ്മുടെ മനോഗതികൾ മാറുന്നില്ല. സ്ത്രീയെക്കുറിച്ച് മുമ്പും ഈ പരിഷ്കൃത കാലത്തും നമ്മുടെ മനസ്സിൽ ഉറഞ്ഞു കിടക്കുന്ന ചിന്തകളും വികാരങ്ങളും യഥാർത്ഥത്തിൽ അധമത്വത്തിൻ്റെതാണ്. കാഴ്ചപ്പാടുകൾ മാറുന്നില്ല. പഴയ കാലത്ത് സ്ത്രീയെ എങ്ങനെ ലോകം വിലയിരുത്തിയോ ആ വിലയിരുത്തലിൽ നിന്ന് ഒട്ടും മാറി ചിന്തിക്കാൻ ഈ പുതിയ കാലത്ത് അധികം ആളുകൾക്ക് സാധിച്ചിട്ടില്ല, അധികം ക്രമങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നത് വലിയ ഒരു യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പാശ്ചാത്യ ലോകത്തും പൗരസ്ത്യ ദേശത്തുമൊക്കെ മുമ്പും ഇപ്പോഴും ഇതുതന്നെയാണ് മനോഭാവം എന്ന് കാലം ഒരുപാട് സഞ്ചരിച്ച് ആണ്ടുകൾ, നൂറ്റാണ്ടുകൾക്ക് വഴിമാറി പരിഷ്കൃത ലോകത്തേക്ക് നാം പ്രവേശിച്ചു എന്ന് വിളിച്ചു പറയുമ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ തുടരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ന്യായം. സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് വരെ ചർച്ച ചെയ്ത ഒരു ലോകമായിരുന്നു നമ്മുടെ ലോകമെന്ന് ചരിത്രം പറയുന്നുണ്ട്. അഥവാ പെണ്ണ് എന്ന് പറയുന്ന ഈ സൃഷ്ടിക്ക് ആത്മാവുണ്ടോ? അത് കേവലം ഒരു അചേതന വസ്തുവാണോ? അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന ആ പവിത്രത ഈ പെണ്ണിലുണ്ടോ? ചലിക്കുന്ന എന്തോ ഒന്ന് എന്നതിനപ്പുറത്ത് അത് എന്താണ് എന്ന് ചിന്തിച്ച ഒരു ലോകമുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇങ്ങ് പൗരസ്ത്യ ദേശത്തേക്ക് വരുമ്പോൾ പെണ്ണ് ചോറ്റിനും പേറ്റിനും മാത്രമുള്ള യന്ത്രം എന്നതിനപ്പുറത്ത് ന സ്ത്രീ സ്വതന്ത്രമർഹതി എന്ന് വേദവാക്യം ഉച്ചരിച്ചുകൊണ്ട് പറയുന്നത് പോലെ
അത്തരമൊരു കാഴ്ചപ്പാടിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ നിന്ന് അധികം മുന്നോട്ട് പോകാൻ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി വന്നെങ്കിലും നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വളർച്ചയുടെ ശാസ്ത്രീയ സാങ്കേതിക വികാസത്തിന്റെ ഈ പുതിയ കാലഘട്ടത്തിലും പെണ്ണുടലിന്റെ വിപണന സാധ്യതയെക്കുറിച്ച് മാത്രമാണ് നമുക്കിടയിൽ നടക്കുന്ന ചർച്ചകളും പഠനങ്ങളും എന്ന് വേണം മനസ്സിലാക്കാൻ. ആ അർത്ഥത്തിൽ സ്ത്രീയെ കാണുന്നിടത്ത് സ്ത്രീ ശരീരം കേവലം ആസ്വാദന വസ്തു മാത്രമാവുകയും സ്ത്രീ ഒരു വിൽപ്പന ചരക്ക് എന്നതിനപ്പുറത്ത് ഒന്നുമല്ലാതായി തീരുകയും ചെയ്യുന്ന സ്ത്രീയുടെ അസ്തിത്വം, സ്വത്വം യഥാർത്ഥത്തിൽ തന്നെ വല്ലാത്ത അളവിൽ അവമതിക്കപ്പെടുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം എന്നും തിരിച്ചറിയണം. ഇസ്ലാമിന്റെ മാർഗത്തിൽ കടന്നു വന്ന പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ആഗമന കാലഘട്ടത്തിൽ സ്ത്രീകളോടുള്ള സമീപനത്തിന്റെ വശവും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ മക്കയിലും അപ്പുറത്ത് ജസീറത്തുൽ അറബിലെ വ്യത്യസ്ത ഭൂപ്രദേശത്തുമൊക്കെ സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സൃഷ്ടിവർഗം കൂടെയുള്ളത് പരിഗണിക്കപ്പെടുന്ന ഒന്നുമേ ആയിരുന്നില്ല. ഗാർഹിക പീഡനം മുതൽ, അഥവാ വീട്ടകത്തെ ലൈംഗിക പീഡനം മുതൽ അവരുടെ ഇഷ്ടാനുസാരം കെട്ടിൽ നിർത്തി പീഡിപ്പിക്കുന്ന വളരെ വലിയ ദൂരവ്യാപകമായ ദുരന്തങ്ങൾ നൽകുന്ന ബഹുഭാര്യത്വം വരെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും യഥാർത്ഥത്തിൽ സ്വത്തവകാശം ഉൾപ്പെടെ ഒരു അവകാശവും പെണ്ണിന് ഉണ്ടായിരുന്നില്ല എന്നും ജനിക്കാൻ അവകാശമുണ്ടെങ്കിലും ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല, ജീവനോടെ കുഴിച്ചു മൂടപ്പെടുമായിരുന്നു എന്നുമൊക്കെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത്തരമൊരു ക്രമത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മേഖലയിൽ ഊന്നിയത് മനോഭാവം മാറണം എന്നാണ്. കാഴ്ചപ്പാട് മാറണം, സ്ത്രീയോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറണം. ആ കാഴ്ചപ്പാട് മാറാത്ത കാലത്തോളം യഥാർത്ഥത്തിൽ ഒരു മാറ്റവും സ്ത്രീയുടെ വിഷയത്തിൽ ഉണ്ടാവുകയില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെച്ച ഒരു ദർശനമാണ് ഇസ്ലാം. അതിനെ പ്രയോഗവൽക്കരിച്ച മഹൽ വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ മുസ്ലിം സമുദായത്തിനകത്ത് പോലും എത്ര പേർക്ക് ഈ മേഖലയിൽ ഇസ്ലാമിന്റെ തനതു കാഴ്ചപ്പാടിൽ വളരാൻ കഴിഞ്ഞു എന്ന ചിന്ത ഇത്തരം ഒരു വിഷയം ചർച്ചയെടുക്കുമ്പോൾ ഇത്തിരി ജാള്യത്തോടെ നാം ഓർക്കേണ്ടി വരും. ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന പത്രങ്ങളിൽ പലതിലും മുസ്ലിം സമുദായത്തിനകത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനത്തിന്റെ കരളലിയിക്കുന്ന വാർത്തകളുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. മുസ്ലിം നാമധാരികൾ കാമ പേക്കൂത്തിന്റെ ഭാഗമായി യഥാർത്ഥത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ മനുഷ്യന്റെ മനസ്സാക്ഷി ഉറഞ്ഞു പോകും വിധം, കണ്ണിൽ നിന്ന് ചോര കരയിക്കും വിധമുള്ള പീഡനങ്ങൾ നടപ്പിലാക്കിയ വാർത്തയും നമ്മുടെ മുമ്പിൽ അങ്ങനെ നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി വന്ന് വീണിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി സംഭവിക്കേണ്ടത് സ്ത്രീയോടുള്ള മനോഭാവം മാറുക എന്നതാണ്. തമ്പുരാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന ഉറച്ച ചിന്തയിൽ വളർത്തപ്പെട്ട ഒരു സമൂഹത്തിൽ സ്ത്രീയെക്കുറിച്ചുള്ള മനോഭാവം, കാഴ്ചപ്പാട് മാറ്റിപ്പണിതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മേഖലയിൽ ഇടപെട്ടത്. ഈ അടിസ്ഥാനപരമായ തിരിച്ചറിവ് വിശ്വാസികളായ നമുക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയണം. എന്നിട്ട് നമ്മുടെ അപ്പുറത്തേക്ക് അത് പ്രബോധനം ചെയ്യാൻ, നമുക്കപ്പുറത്തുള്ള മേഖലയിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്ന നിലക്ക് ഈ സമുദായത്തിലെ അംഗങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് ഇനിയും വരാനിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു ആമുഖമായിട്ട് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ സ്ത്രീയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചുകൊണ്ടാണ് അതിന്റെ ഈ വിഷയകമായ അവതരണം നിർവഹിച്ചത്. ഒന്നാമതായിട്ട് ഖുർആൻ ഊന്നിയത് നിങ്ങളെപ്പോലുള്ള സ്വതന്ത്ര അസ്തിത്വമുള്ള സൃഷ്ടികളാണ് സ്ത്രീകൾ എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. സ്ത്രീകൾ നിങ്ങളുടെ കീഴിൽ ജീവിക്കേണ്ടുന്ന, നിങ്ങളുടെ ഇംഗിതത്തിന് എവിധം ഉപയോഗിക്കാവുന്ന, നിങ്ങളുടെ താല്പര്യങ്ങളുടെയും നിങ്ങളുടെ അനുഭൂതികളുടെയും പൂർത്തീകരണത്തിന്റെ ഉപകരണങ്ങളായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. അവർ നിങ്ങളെപ്പോലെ തന്നെ അവകാശങ്ങളുള്ള, അസ്തിത്വമുള്ള, സ്വത്വമുള്ള, ആ അർത്ഥത്തിൽ സ്വതന്ത്ര വ്യക്തിത്വങ്ങളായി തന്നെ
സ്വാതന്ത്ര്യമുള്ള സൃഷ്ടിവർഗങ്ങളാണ് എന്ന് ഊന്നി പഠിപ്പിക്കുകയായിരുന്നു വിശുദ്ധ ഖുർആൻ. നമുക്കേറെ അറിയാവുന്ന ഒരു സൂക്തം ഈ വിഷയകമായ മർമ്മത്തെ ഉത്ബോധിപ്പിക്കുന്നു എന്ന് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി നിങ്ങൾ ജീവിക്കണം എന്ന്. വഖലഖ മിൻഹാ സൗജഹാ, ആ ഒരു ആത്മാവിൽ നിന്ന് അദ്ദേഹത്തിനുള്ള ഇണയെയും അല്ലാഹു സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അങ്ങനെ അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നുമായി ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ ഭൂമുഖത്ത് പരത്തി. സൂറത്തു നിസായിലെ സൂക്തമാണ്. യഥാർത്ഥത്തിൽ ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിയെ സ്വത്വമുള്ള അസ്തിത്വമുള്ള ഒരു വ്യക്തിത്വമായി സൃഷ്ടിച്ചതുപോലെ തന്നെ അള്ളാഹു ഇടപെട്ട് നടത്തിയ ഒരു സൃഷ്ടിപ്പാണ് ഹൗവ എന്ന് പറയുന്ന സ്ത്രീയുടെ സൃഷ്ടിപ്പും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവരെ സൃഷ്ടിച്ചതും അല്ലാഹ് തന്നെയാണ്, നിങ്ങളെപ്പോലുള്ള സൃഷ്ടി തന്നെയാണ്. പക്ഷേ മനുഷ്യന്റെ നിലനിൽപ്പ് ആൺ പെൺ വർഗത്തിന്റെ ഒന്നിച്ചു ചേർന്ന് നിലനിൽപ്പാണ് എന്നതുകൊണ്ട്, ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ചു ചേരുന്നിടത്താണ് ആണിന്റെ പൂർണ്ണതയും പെണ്ണിന്റെ പൂർണ്ണതയും സംഭവിക്കുന്നത് എന്നതുകൊണ്ട്, പെണ്ണിന്റെ അടിത്തറയാണ് പുരുഷനെന്നും പുരുഷന്റെ പൂർണ്ണതയാണ് പെണ്ണ് എന്ന വലിയ തത്വം നമ്മെ പഠിപ്പിക്കുക കൂടിയാണ് ഈ സൂക്തം. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, ആദ്യം ആദമിനെ സൃഷ്ടിച്ചു. മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിനെ. ആ ആദ്യ ആത്മാവിനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു. എന്നിട്ട് വഖലഖ മിൻഹാ സൗജഹാ, ആദമിൽ നിന്ന് ഹൗവയെയും സൃഷ്ടിച്ചു. അപ്പോൾ ആദമിന്റെ പൂർണ്ണതയാണ് ഈ സ്ത്രീ. ആദം എന്ന പുരുഷൻ പൂർണ്ണനാകുന്നത് ഹൗവ എന്ന സ്ത്രീ കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ്. അപ്പോൾ പുരുഷന്റെ വ്യക്തിത്വം അവന്റെ സ്വത്വം അതിന്റെ പൂർണ്ണത പ്രാപിക്കുന്നത്, അവന്റെ വ്യക്തിത്വം അതിന്റെ പരിപൂർണതയിലേക്ക് വികസിക്കുന്നത് അവന്റെ പെണ്ണ് കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്ന്. അതുകൊണ്ട് അത്രമേൽ അവളെ ഉൾക്കൊള്ളാനും ആദരിക്കാനും കഴിയണമെന്ന് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യ പാഠം പഠിപ്പിക്കുന്നിടത്ത് തന്നെ ഊന്നി പഠിപ്പിക്കുകയാണ് ഇസ്ലാം. അത് ബഹുമാനത്തിന്റെ, ആദരവിന്റെ, ഉൾക്കൊള്ളലിന്റെ സവിശേഷമായ ഒരു പാഠമാണ്. അങ്ങനെ വരുമ്പോൾ ഈ പെണ്ണ് തന്റെ കീഴിൽ നിൽക്കേണ്ടുന്ന ഒന്നല്ല. ഈ പെണ്ണിന് മേൽ ഭരണം നടത്തുന്ന ഒരു അതീശ ശക്തിയല്ല ഞാൻ. പുരുഷ മേധാവിത്വത്തിന്റെ കീഴിൽ അങ്ങനെ അമർന്നു കിടക്കേണ്ടുന്ന ഒന്നല്ല സ്ത്രീ. അങ്ങനെ പുരുഷന്റെ മേധാവിത്വം സ്ഥാപിക്കാൻ അവൻ യഥാർത്ഥത്തിൽ ബലാത്കാരത്തെയും ബലാത്സംഗത്തെയും വരെ ഒരു മാർഗമായി സ്വീകരിച്ച പുതിയ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ വരെ സൈന്യങ്ങളും ഒരു നിയമക്രമത്തിനകത്ത് പോലീസും പീഡനത്തിന്റെ ഉപാധിയായി സ്ത്രീകളെ കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബലാത്സംഗവും ബലാത്കാരവും എന്ന യാഥാർത്ഥ്യമായി നിൽക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ ഈ ആയത്തിനെ കുറിച്ച പുനർവായന വിശ്വാസി സമൂഹം നടത്തേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളാകുന്ന പുരുഷന്മാരുടെ സ്വത്വപ്രകാശം, നിങ്ങളാകുന്ന പുരുഷന്മാരുടെ വ്യക്തിത്വ വികാസം, നിങ്ങൾക്ക് സമാധാനപൂർണമായ നിലനിൽപ്പ്, നിങ്ങൾക്ക് നിങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള കൃത്യമായ പ്രചോദനം, അതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഊർജം, ബലം, അത് ഈ സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ വളരെ കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിച്ചു. വഖലഖ മിൻഹാ സൗജഹാ, ഈ പുരുഷനിൽ നിന്ന് തന്നെ ഈ സ്ത്രീയെ സൃഷ്ടിച്ചു. സ്ത്രീയെ അല്ലാഹു സൃഷ്ടിച്ചതാ പുരുഷനെ സൃഷ്ടിച്ച പോലെ. മണ്ണിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു എങ്കിൽ മണ്ണിന്റെ അംശത്തിന് രക്തത്തിന്റെയും മാംസത്തിന്റെയും കോശങ്ങളുടെയും പേശികളുടെയും അസ്ഥികളുടെയും ഒക്കെ ഒരു ക്രമം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പൂർണ്ണത പ്രാപിച്ച മനുഷ്യ ശരീരത്തിൽ നിന്ന് പൂർണ്ണത പ്രാപിച്ച ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. വല്ലാത്ത ഒരു ഇടപെടൽ അല്ലാഹു നടത്തി. അങ്ങനെ മനുഷ്യനെ പഠിപ്പിച്ചു, ഈ സ്ത്രീ കൂടി ചേരുമ്പോഴാണ് നീ പൂർണ്ണനാവുക. സ്ത്രീയെ പഠിപ്പിച്ചു, ഈ പുരുഷന്റെ കൂടെ നിൽക്കുമ്പോഴാണ് നീയും പൂർണ്ണത പ്രാപിക്കുക. അതുകൊണ്ട് നിന്റെ അടിത്തറയാണ് ഈ പുരുഷൻ. പുരുഷനെ പഠിപ്പിച്ചു, നിന്റെ പൂർണ്ണതയാണ് ഈ സ്ത്രീ. വഖലഖ മിൻഹാ സൗജഹാ വബസ്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അങ്ങനെ നിങ്ങളുടെ നിലനിൽപ്പ്, തലമുറകളുടെ വളർച്ച, പ്രത്യുൽപാദനപരമായ ആവശ്യം, നിങ്ങളാകുന്ന സൃഷ്ടിവർഗത്തിന്റെ തുടർച്ച, അത് ഈ ഭൂമുഖത്ത് നടക്കാൻ വേണ്ടി ആണും പെണ്ണുമാകുന്ന ഈ രണ്ടു സൃഷ്ടികൾ ഒന്നിച്ചു ചേർന്ന് അതിലൂടെ പ്രത്യുൽപാദനപരമായ ആവശ്യങ്ങളുടെ, നിങ്ങളുടെ മനസ്സിന്റെ മോഹങ്ങളുടെ പൂർത്തീകരണത്തിലൂടെ നിങ്ങളാകുന്ന മനുഷ്യകുലം പെറ്റുപെരുകി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ, ഇണതുണകളായ പ്രയാണത്തിലൂടെ, ലിതസ്കുനൂ ഇലൈഹ, നിങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതം ഇഹലോകത്ത് സാധ്യമാകാൻ
നിങ്ങൾ രണ്ടും ഒന്നിച്ചു നിൽക്കണം എന്നും വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അതുകൊണ്ട് സ്നേഹവും കാരുണ്യവും സമ്മിശ്രമായി ചേരുന്ന ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പ്രയാണം ചെയ്യണമെന്നും വിശുദ്ധ ഖുർആൻ വിവാഹത്തെ ലക്ഷ്യം പഠിപ്പിച്ച ആയത്തിലെ പാഠഭാഗങ്ങളാണ്, ആയത്തിന്റെ മർമ്മങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ചു നിന്നാലേ സമാധാനപൂർവ്വം ജീവിതം സാധ്യമാകൂ. അതുകൊണ്ട് പരസ്പരം അംഗീകരിക്കണം. നിങ്ങൾക്കിടയിലുള്ള ബന്ധം വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, സ്നേഹത്തിലും കാരുണ്യത്തിലും അധിഷ്ഠിതമാവണം. സ്നേഹവും കാരുണ്യവും സമ്മിശ്രമായി ചേരുന്ന ഒരു വികാര വായ്പ് നിങ്ങൾക്ക് സാധ്യമാവണമെന്ന് വിശുദ്ധ ഖുർആൻ ഊന്നി പറയുകയാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അവൻ നിങ്ങൾക്ക് ഇണകളായി സ്ത്രീകളെ സൃഷ്ടിച്ചു എന്നത്, സ്ത്രീകളാകുന്ന നിങ്ങൾക്ക് തുണകളായി പുരുഷന്മാരെ സൃഷ്ടിച്ചു എന്നത്. കാരണം അങ്ങനെയേ മനുഷ്യകുലത്തിന് പ്രയാണം ചെയ്യാൻ സാധിക്കൂ. ലിതസ്കുനു ഇലൈഹ, അപ്പോഴേ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകൂ, അല്ലെങ്കിൽ അസ്വസ്ഥമായ ജീവിതമായിരിക്കും. മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നാലും, ആത്മീയ ദാഹം തീർക്കാൻ ദർശനങ്ങൾ കൂടെ ഉണ്ടായിരുന്നാലും, അത്തരത്തിൽ ഉറച്ച ഇസ്ലാമിക വിശ്വാസം ഉണ്ടായി വന്നാൽ പോലും മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്ന വികാരങ്ങളുടെ തീവ്രതക്ക് ശമനമുണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ നുരഞ്ഞു പോകുന്ന വികാരങ്ങൾക്ക് ശമനമുണ്ടാകണമെങ്കിൽ ആണും പെണ്ണും ഒന്നിച്ചുള്ള ജീവിതം, ദാമ്പത്യം അത് നിർബന്ധമാണെന്ന്. എങ്കിലേ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പ്രയാണം ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകുമെന്ന്. പല മാന്യ വ്യക്തിത്വങ്ങളും വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടാതെ മുന്നോട്ട് പോകുന്നു എന്നതിനാൽ അതിന്റെ ഉള്ളിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടാകുമെന്ന് ആത്മീയ ആചാര്യന്മാരുടെ ഇത്തരം ക്രമങ്ങളെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് സുതരാം വ്യക്തമാകും. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം ഈ വശം കേരളീയ സമൂഹത്തിന് നല്ല പഥ്യമുള്ളതാണ്, അറിവുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ പൂർണ്ണമായ സമാധാനപൂർണമായ ജീവിതത്തിന് ഇങ്ങനെ ഒരു ക്രമം ആവശ്യമാണ്. അതുകൊണ്ട് സ്വസ്ഥമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്കിടയിൽ ഈ വികാരം വേണം. ഈ വികാരം സ്നേഹവും കാരുണ്യവും സമ്മിശ്രമായി ചേർന്നതായിരിക്കണം. യഥാർത്ഥത്തിൽ സ്നേഹവും കാരുണ്യവും സമ്മിശ്രമായി ചേരാതിരിക്കുന്നിടത്താണ് പെണ്ണിനോട് പീഡന മനോഭാവത്തിൽ പുരുഷന്മാർ വർത്തിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. കല്യാണം കഴിച്ച സ്ത്രീയെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്ത്രീധനത്തിന് പീഡിപ്പിക്കുന്ന വാർത്തകൾ ഏറെക്കുറെ എല്ലാ ദിവസവും നമ്മുടെ പത്രങ്ങളിലുണ്ട് എങ്കിൽ മുസ്ലിം സമുദായം പോലും മാന്യന്മാരായി നിൽക്കാൻ അർഹരല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പെണ്ണിനോട് കാണിക്കേണ്ടുന്ന ഒരു കാരുണ്യം, ആ കാരുണ്യം മനസ്സിലാക്കാൻ കഴിയാതെ പോയത് കൊണ്ട് കാരുണ്യം യഥാർത്ഥത്തിൽ ഏറെ നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്ന പൈതങ്ങൾ അവരോ കാരുണ്യത്തിന്റെ ഉറവിടങ്ങളും അതിനെ തുളുമ്പി നിൽക്കുന്ന മാതൃകകളുമാണ്. നമുക്കിടയിൽ ലുഅ്ലുഅം മൻസൂറ, വിതറപ്പെട്ട മുത്തുകളെ പോലെ ഓടി നടക്കുന്ന കുഞ്ഞുങ്ങൾ, കാരുണ്യമില്ലാത്ത പുരുഷന്റെ കാമാസക്തിക്ക് വിധേയമാകുന്ന 3 വയസ്സുകാരുടെ അനുഭവ പീഡനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ ഡൽഹിയിലെ പീഡനത്തെ കുറിച്ച് പറയാൻ ഈയുള്ളവന് നാണമാകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അത്രയും കൃത്യമായിട്ട് നമ്മുടെ കാലഘട്ടം മോശമായി കഴിഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പാഠങ്ങളെ നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ്. കാരുണ്യം എന്ന വികാരത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാം സംസാരിക്കുക. സ്നേഹം എന്ന വികാരത്തെ പോലും സ്വതന്ത്രമായി പഠിപ്പിച്ചില്ല. കാരുണ്യത്തിൽ അധിഷ്ഠിതമായ സ്നേഹം തന്റെ ഭാര്യയോട് ഉണ്ടാവേണ്ടത് അങ്ങനെയാണ്. ആദ്യകാലത്ത് ഭയങ്കര സ്നേഹമായിരിക്കും ദമ്പതികൾ. അവർ ഇസ്ലാം പഠിച്ചവരൊന്നും ആയിക്കൊള്ളണമെന്നില്ല, മുസ്ലിം നാമധാരികളായിരിക്കാം. ഇമാമിന്റെ കീഴിൽ നിക്കാഹ് നടന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഇസ്ലാമികമായ നിക്കാഹായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ഭയങ്കര സ്നേഹമായിരിക്കും ആദ്യ കാലയളവിൽ. നമുക്കിടയിൽ കാണുന്ന കാഴ്ചയാണ്. എന്താണ് ഈ സ്നേഹത്തിന്റെ മർമ്മം? അതൊരിക്കലും അവിടെയുള്ള കാരുണ്യത്തിൽ അധിഷ്ഠിതമായ സ്നേഹമല്ല. അത് ശരീരനിബദ്ധമാണ്, പ്രേമനിബദ്ധമാണ്. ഇന്നലെ വരെ അനുഭവിക്കാൻ കഴിയാത്ത സുഖ അനുഭൂതിയുടെ ഒരു വഴി തുറന്നു കിട്ടിയപ്പോൾ ഉണ്ടായി വന്ന ഒരു സ്നേഹം. ആ സ്നേഹത്തിന് അല്പായുസ് മാത്രമേ ഉള്ളൂ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ സ്നേഹത്തിന് മടുപ്പും ചെടുപ്പും അതിനെ ഇല്ലാതാക്കുന്ന അവസ്ഥ വരുന്നു. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി മുഖാമുഖം കാണേണ്ടി വരുമ്പോൾ കുടുംബവും കുട്ടികളും ജീവിത പ്രാരാബ്ദങ്ങളും എന്ന ഒരു വശം ഈ പ്രയാണത്തിൽ നിർബന്ധമാണ്. അങ്ങനെ ദാമ്പത്യ തുടക്കത്തിൽ അങ്ങ് മുന്നോട്ട് പോയി ഇത്തരം പരുക്കൻ അനുഭവങ്ങളുമായി നേർക്കുനേരെ മുഖാമുഖം നിൽക്കുന്നിടത്ത് ഈ സ്നേഹം അവസാനിക്കുന്നു. ആ സ്നേഹം അവസാനിക്കുന്നതോടുകൂടി മടുപ്പും ചെടുപ്പും പ്രകടമാകുന്നു. പിന്നീട് പ്രശ്നങ്ങളാകുന്നു. 10ഉം 18ഉം കൊല്ലം വിവാഹം കഴിഞ്ഞിട്ടും സ്ത്രീധനത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കുന്നവർ എന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടായി വരുന്നു എങ്കിൽ നമ്മൾ അറിയണം, കാരുണ്യത്തിന്റെ അംശലേശം ഈ പുരുഷന്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന്. ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി സമർപ്പിച്ച പെണ്ണ, ഇവിടെ എന്റെ പെണ്ണ, അല്ല എനിക്ക് വിധിച്ച പെണ്ണ,
എന്ന വികാരം അവന്റെ മനസ്സിൽ ഉണ്ടായി വന്നാൽ അതാണ് റഹ്മത്തിന്റെ മനസ്സിലാക്കാവുന്ന ഒരു തലം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും എന്ന വികാരത്തെ സമ്മിശ്രമായിട്ടാണ് അള്ളാഹു സന്നിവേശിപ്പിച്ചത്. രണ്ടും ഒരുപോലെ പങ്കുവെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ നിങ്ങൾ സമാധാനത്തോടെ മുന്നോട്ട് പോകണം. അങ്ങനെ നിങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമായി അള്ളാഹു സ്വതന്ത്രമായി സൃഷ്ടിച്ച ഒന്നാണ് ഈ പെണ്ണ്. നിങ്ങളെപ്പോലെ തന്നെ അള്ളാഹ് സൃഷ്ടിച്ച അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നിങ്ങളെപ്പോലെ സ്വതന്ത്രമായ സ്വത്വവും അസ്തിത്വവും ഉള്ളവളാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ഇസ്ലാം. കാഴ്ചപ്പാടിനെ മാറ്റുകയാണ്. പെണ്ണ് ആണിന്റെ കീഴിൽ നിൽക്കേണ്ടുന്ന അടിമയാണ് എന്നതാണ് ലോകത്തിന്റെ കാഴ്ചപ്പാട് എങ്കിൽ, അതായിരുന്നു ഹബീബ് കടന്നു വരും വരെ ലോകത്ത് നിലവിലുണ്ടായിരുന്ന വീക്ഷണമെങ്കിൽ ആ വീക്ഷണത്തെ തിരുത്തുകയാണ് എന്ന് വിനയപുരസ്സരം നമ്മൾ തിരിച്ചറിയണം. പെണ്ണ് അങ്ങനെ ആണിന്റെ അടിമയായി നിൽക്കേണ്ടവളല്ല. അവളും അള്ളാഹുവിന്റെ സ്വതന്ത്രമായ ഒരു സൃഷ്ടിവർഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. രണ്ടാമതായിട്ട്, അന്ന് ലോകത്ത് മതവിശ്വാസികൾക്കിടയിൽ വരെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിനെ ഇസ്ലാം തിരുത്തി. ആ കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു: സ്ത്രീ പാപത്തിന്റെ ഹേതുവാണ്, ആദി പാപത്തിന്റെ കാരണക്കാരി പോലും സ്ത്രീയാണ് എന്ന് കൃത്യമായി വേദവാക്യമായി എഴുതി വെച്ച മതസംഹിതകൾ, അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആത്മീയ ക്രമങ്ങൾ, അതിന്റെ ബേസിൽ സംസാരിക്കുന്ന സാമൂഹ്യ സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഈ പുതിയ ലോകത്തുമുണ്ടെന്ന് വിനയപുരസ്സരം അറിയണം. പെണ്ണ് പാപിയാണ്, അവളാണ് പാപത്തിന്റെ ഹേതു. അവൾ പാപിയായിട്ട് നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ട് നമ്മെ പാപത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് പെണ്ണിനെ പിശാചിനെ പോലെ കാണണം, ഒരു കരുതൽ വേണം എന്നൊക്കെ അങ്ങ് പറഞ്ഞ് വിശദീകരിച്ച് പെണ്ണിനോടുള്ള മനോഭാവത്തെ ന്യായീകരിക്കാൻ, തെറ്റായ മനോഭാവത്തെ ന്യായീകരിക്കാൻ ദർശനത്തെ ചമച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇസ്ലാം അവിടെ ഇടപെട്ടു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹവ്വാ ബി റളിയല്ലാഹു തആല അൻഹയെയും രണ്ടുപേരെയും സൃഷ്ടിച്ച് സ്വർഗത്തിലാക്കി. സ്വർഗത്തിലാക്കിയത് സ്വർഗത്തിൽ കാലാകാലം ജീവിപ്പിക്കാൻ വേണ്ടിയല്ല, മണ്ണിലേക്ക് ജീവിപ്പിക്കാനാണ് അവരെ സൃഷ്ടിച്ചത്. മണ്ണിലേക്ക് വിടാനാ സൃഷ്ടിച്ചത്. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമിയിൽ എന്റെ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നായിരുന്നു അള്ളാഹുവിന്റെ പ്രഖ്യാപനം. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള പ്രഖ്യാപനം. അപ്പൊ ഭൂമിയിൽ ജീവിപ്പിക്കാനാ. ഭൂമിയിൽ നിന്ന് വേണം പിന്നെ അവർ സ്വർഗത്തിലെത്താൻ. പിന്നെ എന്തിന് സ്വർഗത്തിൽ താമസിപ്പിച്ചു? പഠിപ്പിക്കാൻ, ഒരു പാഠം പഠിപ്പിക്കാൻ, കൃത്യമായൊരു തിരിച്ചറിവ് നൽകാൻ. ഇന്നും മണ്ണിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കിട്ടിയിട്ടും മനസ്സിലാകാതെ പോയ ഒരു വലിയ പാഠം. ആ പാഠം പഠിപ്പിക്കാൻ ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ താമസിപ്പിച്ചത്. അതുകൊണ്ട് അതൊരു വിദ്യാഭ്യാസ കാലഘട്ടമായിരുന്നു. അത് അവരുടെ ഒരു പഠന കാലഘട്ടമായിരുന്നു. ശരിക്കും അവരൊരു പാഠം പഠിപ്പിക്കരുത്. ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, നിങ്ങളുടെ വർഗശത്രുവാണ്, അവനെ കരുതണം, അവന്റെ ചതിയിൽ പെട്ടുപോകും, നന്നായി ശ്രദ്ധ വേണം എന്ന്. സ്വർഗത്തിന്റെ ആ ക്രമത്തിനകത്തൊരു മരത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് അതിലെ പഴം കഴിക്കരുത് എന്ന് അള്ളാഹു അരുത് അരുത്, അങ്ങനെ അള്ളാഹു നിരോധിക്കപ്പെട്ട ഒരു കൽപ്പന, നിരോധത്തിന്റെ ഒരു കൽപ്പന അവിടെ നൽകി. പക്ഷേ ഈ ശൈത്താൻ അവരെ വഴിപിഴപ്പിച്ചു. ആ കൽപ്പനയിൽ നിന്ന് അവരെ തെറ്റിച്ചു. അങ്ങനെ അവർ ആ പഴം കഴിച്ചു. ഈ പഴം കഴിക്കാൻ കാരണക്കാരി ഹവ്വയാണെന്നും ഹവ്വയെയാണ് ആദ്യമായിട്ട് ശൈത്താൻ പ്രലോഭിപ്പിച്ചത് എന്നും ഹവ്വയുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടുപോയത് എന്നും, അങ്ങനെ ഹവ്വയുടെ പിന്നാലെ കൂടിയപ്പോ പെണ്ണിനെ അങ്ങ് അന്ധമായി വിശ്വസിച്ചപ്പോ ആണൊരുത്തൻ ഈ അബദ്ധത്തിൽ ചാടിയതാണെന്നും അതുകൊണ്ട് പാപഹേതു പെണ്ണാണ് എന്നും എഴുതി വെച്ചിരിക്കുകയാണ് ഈ ദർശനങ്ങൾ, മതദർശനങ്ങൾ. എന്നാൽ ഇസ്ലാം അവിടെ തിരുത്തി, കൃത്യമായി തിരുത്തിയിട്ട് അല്ലാഹു പറഞ്ഞു. സൂറത്തു ത്വാഹ 115 ആയത്ത് ശേഷമുള്ള ആയാത്തുകളും വലക്കത് അഹിദ്നാ ഇലാ ആദം, ആദമിനോട് നാം കരാറ് വാങ്ങി. ആദമിനോടാണ് കരാറ് വാങ്ങിയത്. മിൻ ഖബിൽ, മുമ്പ് നാം ഇതുപോലെ ആദമിനോട് ഒരു കരാറ് വാങ്ങിയിരുന്നു. ആ മരത്തെ കൊള്ള അടുക്കരുത്, അതിലെ പഴം കഴിക്കരുത്. ആദമിനോട് കരാറ് വാങ്ങി. ഫനസിയ, അവൻ ആ കരാറ് മറന്നു. അവൻ ആ കരാറ് മറന്നു. വലം നജിദ് ലഹു അസ്മ, അവന് ഉറച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൻ പെണ്ണിനെയല്ല ഇസ്ലാം മുമ്പിൽ നിർത്തിയത്, ഈ ആണൊരുത്തനാണ്. അവനോടായിരുന്നു കരാർ, അവനാണ് നായകൻ. അതുകൊണ്ട് അവനോട് നാം ഒരു കരാറ് വാങ്ങിയിരുന്നു, ഈ പഴം കഴിക്കരുത്. ശ്രദ്ധിക്കണം, ശൈത്താൻ നിങ്ങളെ വഴികേടിലാക്കും. പക്ഷേ വലക്കത് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബിൽ, മുമ്പ് ആദമിനോട് നാം ഇങ്ങനെ ഒരു കരാറ് വാങ്ങിയിരുന്നു. ഫനസിയ, പക്ഷേ അവൻ ആ കരാറ് മറന്നു. വലം നജിദ് ലഹു അസ്മ, അവനിൽ ഉറച്ച തീരുമാനം നമ്മൾ കണ്ടില്ല. അങ്ങനെ ആദമാണ് കാരണക്കാരൻ എന്ന രീതിയിലാണ് ഖുർആനിന്റെ അവതരണം. ഹവ്വയാണ് കാരണക്കാരൻ എന്ന രീതിയിലല്ല. അങ്ങനെ അവർ ആ പഴം കഴിച്ചു. അപ്പോൾ ആരാണ് കരാറ് ലംഘനത്തിന് മുമ്പിൽ നിന്നത്? ആദം.
ഹവ്വയുടെ പ്രലോഭനത്തിൽപ്പെട്ട് ആദം പഴം കഴിച്ചു എന്നല്ല. ഇസ്ലാം അതിനെ തിരുത്തുകയാണ്. അതുകൊണ്ട് ചില മതദർശനങ്ങളുടെ അടിത്തറയിലെ ആ വൈകല്യത്തെ തിരുത്തുകയാണ് ഇസ്ലാം. ഫഖുൽനായ ആദം, അങ്ങനെ ഈ പഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആദമിനോട്, ഈ പഴവുമായി ബന്ധപ്പെടുത്തി ആദമിനോട് നാം ഇങ്ങനെ പറഞ്ഞു, ഇന്നഹാദാ അദുവുൻ ലക വലിസൗജിക, നിന്റെയും നിന്റെ പെണ്ണിന്റെയും ശത്രുവാണ് ഇവൻ. നിന്റെയും നിന്റെ പെണ്ണിന്റെയും ആദമിനോടാണ് പറഞ്ഞത്. അല്ലാഹ് പറയാ സൂറത്ത് ത്വാഹയിൽ, ആദമിനോടാണ് നാം പറഞ്ഞത്, ഇന്നഹാദാ, നിശ്ചയം ഇവൻ ശൈത്താൻ, അദുവുൻ ലക വലിസൗജിക, നിന്റെയും നിന്റെ പെണ്ണിന്റെയും ശത്രുവാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ ഫവസ്വസ ഇലൈഹി ശൈത്വാനു, ആദമിൽ ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കി. ഫവസ്വസ ഇലൈഹി, അവനിൽ വസ്വാസ് ഉണ്ടാക്കി എന്നാണ്, ഹവ്വയിൽ എന്നല്ല പ്രയോഗം. ആദമിൽ, അവനെയാണ് പിശാച് പിടികൂടിയത്. ഫവസ്വസ ഇലൈഹി ശൈത്വാനു, ശൈത്താൻ അവനിൽ വസ്വാസ് ഉണ്ടാക്കി. ഖാല, എന്നിട്ട് ആ പിശാച് ആദമിനോട് ഇങ്ങനെ പറഞ്ഞു, യാ ആദമു, അല്ലയോ ആദം, ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വ മുൽകിൻ ലാ യബ്ല, ഒരിക്കലും നശിക്കാത്ത അധികാരത്തിന്റെയും അതുപോലെ തന്നെ ശാശ്വതമായ ജീവിതത്തിന്റെയും ഒരു വൃക്ഷത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് ആദമിനെ സമീപിച്ചു. വക്കാലയ ആദമു, ശൈത്താൻ ആദമേ എന്ന് വിളിച്ച് ആദമിനോട് പറഞ്ഞു. അപ്പോൾ ആദമിനെയാണ് മുമ്പിൽ നിർത്തിയിരിക്കുന്നത്, പെണ്ണിനെയല്ല, ഹവ്വയല്ല പ്രതി. ഈ വായനയിൽ മൊത്തം ആദമിനാണ് മുമ്പിൽ വെക്കുന്നത്. അങ്ങനെ ഈ വസ്വാസിൽ ആദം വീണു. ആദമിനെ പെണ്ണ് പിൻപറ്റി എന്ന് പറയുന്നതാണ് ഖുർആനികമായി ശരി. ഹവ്വയെ ആദം പിൻപറ്റി എന്നല്ല, ഹവ്വയുടെ പ്രലോഭനത്തിൽ ആദം വീണുപോയി എന്നല്ല, ആദമിന്റെ കൂടെ ആദമിനെ അനുസരിച്ച് പെണ്ണ് കൂടെ നിന്നുപോയി എന്നതാണ്. അങ്ങനെ ഈ ആദം വസ്വാസിൽ വീണുപോയപ്പോ, ഈ പിശാചിന്റെ ഉത്ബോധനം അവർ നന്നായി തോന്നിയപ്പോ, അവർ രണ്ടുപേരും ഈ പഴം കഴിച്ചു. അപ്പോൾ അല്ലാഹു അവരോട്, രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം. ഇങ്ങനെയാണ് ഖുർആനിന്റെ അവതരണം. ഈ അവതരണം ഒരു കാഴ്ചപ്പാടാണ്. പെണ്ണ് നാശത്തിന്റെ ഹേതുവാണ്, അവൾ പാപത്തിന്റെ കാരണക്കാരിയാണ്, അവളാണ് യഥാർത്ഥത്തിൽ പ്രശ്നക്കാരി എന്ന രീതിയിലുള്ള മനോഭാവം ഉണ്ടായി വന്നിടത്ത് പെണ്ണിനോടുള്ള മനോഭാവം മാറുകയാണ്, തെറ്റായ കാഴ്ചപ്പാട് ഉണ്ടായി വരികയാണ്. എങ്കിൽ അങ്ങനെ ഒരു തെറ്റായ കാഴ്ചപ്പാടും പാടില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം. അതുകൊണ്ട് പെണ്ണിനെ അങ്ങ് കുറ്റം ചാരിയിട്ട് ആണൊരുത്തൻ രക്ഷപ്പെടേണ്ട കാര്യമില്ല. അവനങ്ങ് വലിയവനാണ് നടിക്കാനും പാടില്ല. അവ രണ്ടുപേരും സ്വതന്ത്ര അസ്തിത്വമുള്ള സൃഷ്ടികളാണ്. രണ്ടുപേർക്കും അള്ളാഹു കൃത്യമായിട്ട് നിർദ്ദേശം നൽകി. പക്ഷേ ആദമിനെയാണ് പിശാച് സ്വാധീനിച്ചത്. ആദമിന്റെ കൂടെ നിൽക്കുന്ന ഹവ്വ രണ്ടുപേരും ഈ പാപം ചെയ്തു എന്ന രീതിയിലാണ് ഖുർആന്റെ അധ്യാപനം. ഇത് ഒരു സവിശേഷമായ വിഷയമാണ്. മനുഷ്യന്റെ മനോഭാവം സ്ത്രീയോടുള്ളത് മാറ്റിമറിച്ചത് ഇസ്ലാമല്ല. ഈ ലോകത്ത് നടക്കുന്ന സംവിധാനങ്ങൾ അങ്ങനെയാണ് മനുഷ്യനെ പഠിപ്പിച്ചത്. എങ്കിൽ അതിനെ നേരെ ചൊവ്വെ കുഴയിൽ കൊണ്ടുവന്ന് ചരിത്രപരമായ വിശകലനത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം. അപ്പോൾ പെണ്ണിനെ കുറ്റവാളിയായിട്ടല്ല കാണേണ്ടത്, പെണ്ണിനോടുള്ള മനോഭാവം ഈ രീതിയിലല്ല ഉണ്ടാവേണ്ടത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു. മൂന്നാമതായിട്ട്, ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിങ്ങൾ പുരുഷന്മാരെ പോലെ സ്ത്രീക്കുമുണ്ടെന്ന് പഠിപ്പിച്ചു ഇസ്ലാം. നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, ജനിക്കാൻ. നിങ്ങളുടെ ജനനം ഒരിക്കലും ഒരു ശാപമായിട്ട് ലോകം കാണില്ല. ഇന്നും പുരുഷന്റെ ജനനത്തെ നമ്മൾ ആരും ഒരു പ്രയാസമുള്ളതായിട്ട് കാണില്ല. ആൺകുട്ടി ജനിച്ചാൽ ആ ജനിച്ച വിവരം അറിയിക്കുന്നിടത്ത് മുസ്ലിം സമുദായത്തിലെ പിതാക്കന്മാർക്കും ഉണ്ടാകും ഒരു സന്തോഷം. ആ സന്തോഷം നമുക്ക് ഫോൺ വിളിയിലൂടെ മനസ്സിലാവും. പെണ്ണ് പ്രസവിക്കാനാകുന്നതിന് മുമ്പേ പേരുകൾ കണ്ടുവെക്കുന്ന കാലമാണ് നമ്മുടെ പുതിയ കാലം. കണ്ടുവെച്ച പേരെല്ലാം പുരുഷന്റെ പേരാ. ഈ കുട്ടി എന്താകും എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ പേര് കണ്ടെത്തിയിരിക്കുന്ന പിതാവിന്റെ മാനസികാവസ്ഥ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. പേരിന്റെ അർത്ഥം ചോദിച്ച് ഉസ്താദുമാരെ വിളിക്കുമ്പോൾ ഇത് പെൺകുട്ടിയാവാൻ സാധ്യതയില്ലേ? ആ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ രണ്ടുപേര് വേറെ പെണ്ണാണെങ്കിൽ കണ്ടുവച്ചിട്ടുണ്ട് എന്നായിരിക്കും പ്രതികരണം. അപ്പോ പെണ്ണിന്റെ ജനനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് വിശ്വാസികൾ വരെ ചിന്തിക്കണം. ആ ജനനത്തെ നമ്മൾ നോക്കിക്കാണുന്നത് ഭയാശങ്കയോടെയാണ്. പെണ്ണിന്റെ പിറവിയെ ഭയാശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. മുസ്ലിമീങ്ങൾ വരെ ഇന്നും അങ്ങനെയാണ്. പഴയ കാലത്ത് അറബിക്ക് ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ കാലഘട്ടത്തിൽ അവന്റെ മുഖമാകെ കറുത്ത് കരിവാളിച്ചു പോകുമെന്നാണ്. കാരണം അവന് ജനിച്ചത് പെൺകുഞ്ഞ് ആയതുകൊണ്ട്. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന് ഒരു അറബിയുടെ അടുക്കൽ വന്നിട്ട് തന്റെ ഭാര്യയുടെ പ്രസവശേഷം വിവരവുമായിട്ട് ഒരാൾ വന്ന് വിവരമറിയിച്ചാൽ, വൈദാ ബുശ്ശിറ, ഒരു സന്തോഷ വാർത്ത, ഇവിധം താങ്കൾക്കൊരു പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നു എന്നറിയിച്ചാൽ, ലല്ല വജൂഹു മുസ്വദ്ദ,
അവന്റെ മുഖമാകെ കറുത്തിരുണ്ട് കനം തൂങ്ങി നിൽക്കും. വഹുവ കലീം, എല്ലാ രോഷവും അടക്കി പിടിച്ചാണ് അവൻ നിൽക്കുക. കാരണം പെണ്ണ് പിറന്നതിനാൽ താൻ അപമാനിതനായി പോയി എന്ന്. അതാ പഴയ കാലത്തെ അറബിയുടെ മാനസികാവസ്ഥയാണ്. എന്നാൽ പുതിയ കാലത്തെ നിസ്കാരത്തഴമ്പുകാരന്റെയും മാനസികാവസ്ഥ മാറിയിട്ടില്ല. ഭാര്യ പ്രസവിച്ചോ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു എന്ന് വെക്കുക. ഒരാളുടെ കുടുംബിനി പ്രസവിക്കാനായിരിക്കുന്നു എന്ന നമ്മുടെ സുഹൃത്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞിട്ട് ഭാര്യ പ്രസവിച്ചോ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോ ഇതിന് ഉത്തരം പറയേണ്ട കുടുംബനാഥൻ ഭാര്യ പ്രസവിക്കൊക്കെ ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ ഉറപ്പാണ് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന്. കാരണം അവതരണ ശൈലി അങ്ങനെയാണ്. ഭാര്യ പ്രസവിക്കൊക്കെ ചെയ്തു എന്ന അത് ഈ അറബിയുടെ അതേ മാനസികാവസ്ഥ ഈ നിസ്കാര തഴമ്പുകാരനെ ബാധിച്ചതിന്റെ ഒരു ലളിതമായ രീതിശൈലിയാണ്, ഒരു രീതിശാസ്ത്രമാണ്. ആൺകുഞ്ഞാണ് ജനിച്ചതെങ്കിൽ ജനനം അറിഞ്ഞ മുതൽ അവൻ ഫോണിന്റെ വിരൽത്തുമ്പിലാണ്, എല്ലാവരെയും വിളിച്ചറിയിക്കും. അതവന്റെ ആഹ്ലാദ പ്രകടനമാണ്. അവിടെ ലഡു വിതരണം നടന്നിട്ടുണ്ടാവും, എല്ലാം ഉടനെ നടക്കും. അത് ഈ മാനസികാവസ്ഥയാണ്. പെണ്ണിന്റെ ജനനത്തെ ഇന്നും പ്രശ്നവൽക്കരിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഈ ദർശനത്തെ ഉള്ളം തുറന്ന് സ്വീകരിക്കാൻ കഴിയാത്തവരാണ് എന്ന് വിനയ പുരസ്സരം നമ്മൾ അറിയണം. അത്രയും കൃത്യമായിട്ട് വേണം മനസ്സിലാക്കാൻ. അവിടെ തുടങ്ങുകയാണ് പെണ്ണിനുള്ള മനോഭാവം. അവിടെ മുതൽ തുടങ്ങുകയാണ് ഒരു മാനസികാവസ്ഥയുടെ രൂപീകരണം. അതുകൊണ്ട് പെണ്ണിനെ അങ്ങനെ പ്രശ്നവൽക്കരിച്ച് കാണുന്നത് കൊണ്ട്, പെൺ ജന്മം തന്നെ ഇത്തരത്തിൽ ഒന്നായി മാറുന്നത് കൊണ്ട് പിന്നീട് അവിടെ മുതൽ ഉണ്ടാകാവുന്ന എല്ലാം, അത് സാമ്പത്തികമായ നഷ്ടത്തെ ഓർത്തോ അതിനപ്പുറത്തുള്ള പ്രശ്നങ്ങളെ ഓർത്തോ ഒക്കെയാവാം, അതിനെല്ലാം കാരണക്കാരും പ്രതികളും നമ്മളെല്ലാവരും കൂടി തന്നെയാണ്. അതിൽ നിന്ന് ഒഴിവാകാൻ നമുക്ക് കഴിയില്ല. സ്ത്രീധനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതികൾ ഈ സമുദായത്തിലെ അംഗങ്ങൾ കൂടിയാണ്. അതിൽ പണ്ഡിതനും പാമരനും, അതിൽ ഉലമാക്കളും ഉമറാക്കളും ഒക്കെ ഒരുപോലെ പ്രതികളാകുമെന്ന് വിനയപുരസ്സരം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ജനനം, പെണ്ണിന്റെ ജനനം, അതിനെയും പവിത്രമായി, അള്ളാഹുവിന്റെ സമ്മാനമായി, തമ്പുരാന്റെ ദാനമായി, വലിയ ഔദാര്യമായി, അതിൽ ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും കഴിയും വിധമുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തുകയായിരുന്നു ഈ പ്രയോഗത്തിലൂടെ ഇസ്ലാം എന്ന് വിനയപുരസ്സരം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഹബീബിന്റെ കാലഘട്ടത്തിൽ പിന്നീട് പെൺജന്മം സ്വർഗമായി കാണാൻ വിശ്വാസികൾക്ക് കഴിഞ്ഞത്. ഒരു പെൺകുട്ടി ഉണ്ടാകൽ, പെൺകുട്ടികളുടെ പ്രസവം, പെൺകുട്ടികളുടെ ജനനം എന്റെ സ്വർഗമാണെന്ന് മനസ്സിലാക്കാൻ മനോഭാവത്തെ, കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചുകൊണ്ട് ഹബീബിന് സാധിച്ചു. എങ്കിൽ സ്ത്രീയുടെ ജന്മത്തെ, ജനനത്തെ, സ്ത്രീ ജന്മത്തെ നോക്കിക്കാണുന്നിടത്ത് പോലും നമ്മുടെ ഉദ്ദേശ ശുദ്ധി ശരിയാവണമെന്ന് വിനയപുരസ്സരം വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കണം. ഈ വിധം ഒരുപാട് പഠനങ്ങൾ ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാം നടത്തുന്നുണ്ട്, ഖുർആൻ മുമ്പിൽ വെക്കുന്നുണ്ട്. അതിൽ 2 പോയിന്റുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഖുതുബയിൽ ചർച്ചാ വിഷയമായത്. ഇൻഷാ അല്ലാഹ് തുടർച്ചയിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കേൾക്കാൻ നമുക്ക് വിധിയുണ്ടാകുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم